അയ്യോ പ്രിയങ്ക മോളെ പ്രിയങ്ക പ്രിയങ്ക ഞങ്ങളെ കണ്ണു പിടിച്ച് തള്ളിയിട്ടാ ദേഷ്യം വന്നാ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? പ്രിയങ്ക പ്രിയങ്ക മോളെ എന്തെങ്കിലും പറ്റിയ എല്ലാവരും കൂടി കൊന്നല്ലേ പറയൂ. അയ്യോ കണ്ണു ഓർക്ക് പ്രിയങ്ക പ്രിയങ്ക മോളെ മോളെ പ്രിയങ്ക. സൂര്യ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. പത്മിനി നീയും കൂടി ചെല്ലേ. ശരി അമ്മേ. സൂര്യ ഞാൻ വരാം. കൽപ്പന വരണ്ട. പിന്നെ ഒരു കാര്യം, തൽക്കാലം ഈ ഒരു കാര്യം ആരും ആറ്റുവാശ്ശേരിയിൽ വിളിച്ച് അറിയിക്കാൻ നിൽക്കണ്ട. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പ്രിയങ്കയുടെ കണ്ടീഷൻ നോക്കിയിട്ട് ഞാൻ വിളിച്ചോളാം. രാധിക പിടിക്കും. എന്റെ മോക്ക് എന്ത് പറ്റി? ഓ അത് വേറൊന്നുമില്ല. അവളെ സ്റ്റെപ്പിന്നൊന്ന് വീണു. അയ്യോ തല പൊട്ടി ബോധമില്ലാത്ത അവസ്ഥയിലേ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്ക. സ്റ്റെപ്പിന്ന് വീണോ? വീണുന്ന് പറഞ്ഞ വരുണേ അവളെ പിടിച്ചു തള്ളി. എന്തിന്? എന്തൊക്കെ പറഞ്ഞാലും വരുൺ അവളുടെ ഭർത്താവല്ലേ. അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടിയെന്നാ തോന്നുന്നേ. അവള് വരുണിന് ചെന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ എന്തായിരുന്നു ഇവിടെ ബഹളമെന്നറിയോ? വന്നവര് അവളെ ചീത്ത പറയാൻ തുടങ്ങി. അവളാണെങ്കി വരുണിനെ വിടില്ല എന്നുള്ള വാശിയും. ഒടുവിൽ എന്റെ സുകുമാരിയമ്മേ പെങ്കൊച്ചിനെ എടുത്ത് വട്ടം കറക്കി ഒറ്റയേറെ താഴേക്ക്. അയ്യോ എന്നിട്ട് ഞങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് തോന്നിയില്ലേ നിങ്ങക്ക്? ഞങ്ങളിവിടെ അടിമകളെ പോലെയല്ലേ കഴിയുന്നത്. തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് തമ്പുരാക്കന്മാരല്ലേ. അറിയിക്കണ്ടെന്ന് അവര് തീരുമാനിച്ചാ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ പ്രിയങ്കയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഇതൊന്നും ഉള്ളിലിരിക്കാത്തത് കൊണ്ടും ഞാൻ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. കൊല്ലം നോക്കിയത് തന്നെ ആവും അവൻ എന്റെ മോളെ. അതേ സുകുമാരിയമ്മേ, എപ്പോ നോക്കിയാലും ആ രാധിക വരുണിന്റെ പുറകേ നടന്ന് പ്രിയങ്കയെ കുറിച്ചുള്ള കുറ്റം പറച്ചില് തന്നെയാ. അവനൊരാണല്ലേ. ഒരുത്തി ഇങ്ങനെ പിന്നാലെ കൂടി പറഞ്ഞു നടക്കുമ്പോ ചിലപ്പോ കൈവിട്ട് പോവില്ലേ? അതാ സത്യം. ഇതിപ്പോ ആശുപത്രി കൊണ്ടുപോയ കൊച്ച് ജീവിക്കോ മരിക്കോ ആർക്കറിയാം. ഇവിടെ എല്ലാവർക്കും പരിചയമുള്ള ഹോസ്പിറ്റലിലേക്കാ പോയേക്കുന്നത്. ഇനി അവിടെ ചെന്ന് ഡോക്ടർ സ്വാധീനിച്ച് എന്തെങ്കിലും കടുങ്കൈ ചെയ്തു കളയുമെന്നാ എന്റെ പേടി. ആര് പറഞ്ഞു? എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഒറ്റ ഒരെണ്ണത്തിനെ വെറുതെ വിടില്ല. ഞാൻ ഇപ്പൊ തന്നെ ആശുപത്രിയിലേക്ക് പോവാ. ഞാനുണ്ടാവും എന്റെ മോളുടെ അടുത്ത്. ഓ സുകുമാരി അമ്മ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു സമാധാനമായി. ഞാനും കൽപ്പനയും അവിടെ ചെന്നൊന്നും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, അവിടുത്തെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കായിരുന്നു. ആ പിന്നെ സുകുമാരിയമ്മേ, പറ്റുമെങ്കിൽ തിരുമേനിയോടും യശോദയോടും ഇതൊന്നും പറയാൻ നിക്കണ്ട. അവരായിട്ട് പറയുമെന്നൊന്നും അറിയണമല്ലോ. അവരോട് പറയാതെ പോകാൻ തന്നെയാ എന്റെ തീരുമാനം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഞാൻ ഉർവശിയെ വിളിച്ചോളാം. ഹലോ ഹലോ വരുൺ. വരുൺ പ്രിയങ്കയ്ക്ക് ഇതുവരെ ബോധം വീണിട്ടില്ല. അല്പം ഗുരുതരാണെന്ന് ഡോക്ടർമാര് പറയുന്നത്. എടോ അങ്ങനെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ബോധമറ്റ് കിടക്കുന്നുള്ളപ്പോൾ അഭിനയിക്കാനൊക്കെ അവൾക്ക് പറ്റും. അല്ല വരുൺ, കാര്യമായിട്ട് തന്നെയാ. വരുൺ എനിക്ക് പേടിയായിട്ട് വയ്യ. താനെന്തിനാണ് പേടിക്കുന്നത്? വേണമെങ്കിൽ ഞാനും കൂടെ അങ്ങോട്ട് വരാം. താൻ എന്റെ കൂടെ പോരെ? അമ്മയും ഏട്ടനും അവിടെ ഉണ്ടല്ലോ. ഇല്ല വരുൺ ഇങ്ങോട്ട് വരണ്ട, എനിക്കവിടെ നിന്നേ പറ്റൂ. തന്റെ പേടി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ ഞാൻ ബോധപൂർവ്വം കൊല്ലാൻ നോക്കിയതാണെന്ന് ഇവിടെ ചിലർ പറയുമായിരിക്കും. അത്തരക്കാർ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷെ അതൊന്നും പേടിക്കാൻ എന്നെ കിട്ടില്ല.
മുത്തശ്ശി എവിടെ? ആ എൻ്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. രാധിക മുത്തശ്ശി. മോളെ എങ്ങനെയുണ്ട് അവക്ക്? ബോധം വീണിട്ടില്ല മുത്തശ്ശി. കാര്യങ്ങളൊക്കെ അല്പം കൈവിട്ട അവസ്ഥയല്ല. ഈശ്വര, വരുൺ ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാ. ചിലപ്പോ ആറ്റുശ്ശേരി വിളിച്ച് എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. മുത്തശ്ശി ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കോ? അതൊക്കെ മുത്തശ്ശി നോക്കിക്കോളാം. മോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. ശരി മോളെ. ശരി. വരുൺ, മോനെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ വിളിക്ക്. ഇതിനിടയിൽ ഇവിടെ എന്തിനാ അഡ്വക്കേറ്റ്? ഞാൻ പറയുന്നത് മോനും കേക്ക്. ഇക്കാര്യം അറിഞ്ഞാല് സുകുമാരി വെറുതെ ഇരിക്കില്ല. സുകുമാരി ഹോസ്പിറ്റലിലേക്കായിരിക്കില്ല നേരെ പോവുക, നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. എല്ലാരും കൂടി കൊല്ലാൻ നോക്കിയെന്നല്ലേ പറയൂ. എന്തിനാ എല്ലാരും കൂടെ നോക്കിയെന്ന് പറയുന്നത്? ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് പറയട്ടെ. നിയമപ്രശ്നം ഞാനങ്ങ് നേരിട്ടാ മതിയല്ലോ. നീ വെറുതെ വാശി കാണിക്കല്ലേ. മുന്നോട്ടുള്ള നടപടികൾ എന്താണെന്ന് ഒരു വക്കീലിനോട് ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി മുന്നോട്ട് ഒരു നടപടിയുള്ളൂ. ഒരു കാരണവശാലും പ്രിയങ്ക കണിമംഗലത്തേക്ക് തിരിച്ചു വരാൻ പാടില്ല. എന്റെയും രാധികയുടെയും ജീവിതത്തിലേക്ക്. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പറഞ്ഞ കേക്കില്ല അല്ലേ? മുത്തശ്ശി, ഇത്രയും നാളും രാധികയുടെ മനസ്സിലുള്ള പേടിയാണ് അവർ മുതലെടുത്തുകൊണ്ടിരുന്നത്. അയാളുടെ മനസ്സിലുള്ള സന്തോഷമെല്ലാം അവർ തട്ടിക്കളഞ്ഞതും അങ്ങനെയാണ്. ഞാൻ പേടിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്താൽ രാധിക വീണ്ടും അപകടത്തിൽപ്പെടും. അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞോളാം.